മലബാറിന്റെ രുചിപ്പെരുമാതിന്റെ ഉന്നതിയിലെത്തുന്ന സമയമാണ് ഓരോ നോമ്പുകാലവും. എല്ലാ രുചികൾക്കും രുചിയൽപ്പം കൂടും കാലം. നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനമാണ് കോഴിക്കഞ്ഞി. 50 വർഷങ്ങൾക്ക് മുൻപ് ബർമയിൽ നിന്നാണ് കോഴിക്കഞ്ഞിയുടെ രുചിക്കൂട്ട് മലബാറിലേക്ക് എത്തുന്നത്. രാവിലെ 9 മണിയാകുമ്പോൾ ആരംഭിക്കണം വൈകിട്ട് വിതരണം ചെയ്യേണ്ട കോഴിക്കഞ്ഞിയുടെ ജോലികൾ. വിറകടുപ്പിൽ ചെമ്പിലാണ് പാചകം. പച്ചരിയും കടലപ്പരിപ്പ്, കോഴി, ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി, കുരുമുളക്, കറാമ്പ്, കറുവപ്പട്ട, അങ്ങനെ തുടങ്ങിയ 10-21 സാധനങ്ങൾ ഇതിൽ ചേരുന്നുണ്ട്. കോഴിക്കോട് എലത്തൂരാണ് കോഴിക്കഞ്ഞിയുടെ ആസ്ഥാനം. എലത്തൂർ സ്വദേശി AP അബ്ദുൽ ഖാദർ ഹാജിയുടെ വീട്ടിലാണ് പള്ളികളിലേക്ക് ആവശ്യമായ കോഴിക്കഞ്ഞി തയ്യാറാക്കുന്നത്. അതിനു പിന്നിലും ഒരു കാരണമുണ്ട്. ബർമയിൽ കച്ചവടത്തിന് പോയ ഹാജിയുടെ പിതാവാണ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കഞ്ഞിയുടെ രുചിപ്പെരുമ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത്. അന്ന് ബാപ്പ പറഞ്ഞു തന്നതുപോലെ തന്നെ ഇന്നും പാചകം. കോഴി മുഴുവനായിട്ട് വെള്ളത്തിലേക്കിട്ട് കഞ്ഞി വേകുന്നതിനനുസരിച്ച് വേവിച്ചിട്ട് പിന്നീട് അത് പുറത്തെടുത്തിട്ട് നൂല് പോലാക്കി പിന്നെ രണ്ടാമത് അതിലിടുക ചെയ്യുക. വൈകിട്ട് 4 മണിയാകുമ്പോൾ കഞ്ഞി തയ്യാറാകും. അപ്പോഴേക്കും നോമ്പ് തുറക്കഞ്ഞി വാങ്ങുന്നതിനായി ഹാജിയുടെ വീട്ടിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു കൂട്ടം എത്തിയിരിക്കും. അവിടെ ആദ്യം കഞ്ഞി വിതരണത്തിന് ശേഷം പള്ളിയിലേക്ക്. കാത്തിരിക്കുന്ന ആണുങ്ങൾക്ക് അവിടെ വെച്ച് കഞ്ഞി പാത്രങ്ങളിലേക്ക്. കഞ്ഞി വാങ്ങി ആളുകൾ വീട്ടിലേക്ക് നോമ്പ് തുറക്കായി. മനോജ് പയ്യന്നൂരിനൊപ്പം S. ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.